ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു യാത്രയായിരുന്നു കേട്ടോ. കുറച്ച് മധുരക്കിഴങ്ങിൻ്റെ വള്ളി എടുക്കണം. അങ്ങനെ അടുത്തുള്ള ഒരു കൃഷിയിടത്ത് വന്നു. ദേ ഈ പരിസരം മൊത്തവും മധുരക്കിഴങ്ങാണ് നട്ടിരിക്കുന്നത്. അങ്ങനെ ഈ അമ്മാവനെ പരിചയപ്പെട്ടു. അങ്ങനെ 3 ഐറ്റം മധുരക്കിഴങ്ങിൻ്റെ വള്ളി എനിക്ക് തന്നു. അത് കഴിഞ്ഞതേ അമ്മാവൻ്റെ വീട്ടാവശ്യത്തിന് പുഴുതു വെച്ചതാണെന്ന് തോന്നുന്നു. കുറേ മധുരക്കിഴങ്ങ് എനിക്കെടുത്ത് തന്നു. ഞാൻ വിചാരിച്ചു പൈസയ്ക്കായിരിക്കുമെന്ന്. പക്ഷേ പൈസ ഒന്നും മേടിച്ചില്ല. സ്നേഹത്തോടെ എന്നോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നിർബന്ധിച്ചു കേട്ടോ, വേണ്ട കുഞ്ഞേ, എന്നെ ഞാൻ പിന്നെ പുഴുതെടുത്തോളാം, ഇതെൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതാണ്, കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല, സന്തോഷത്തോടെ തന്നതല്ലേ, വാങ്ങിച്ചു. അങ്ങനെ കൊണ്ടു തന്നു, വണ്ടിയുടെ അടുത്ത് വരെ കൊണ്ടു തന്നു. പാവം ഒരമ്മാവനാണ് കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ കൃഷിയിടത്ത് എനിക്ക് പോകണം. ഇത്രയും വള്ളി എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഇത്രയല്ല കേട്ടോ കിഴങ്ങ്, ഇതിൽ നിന്ന് ഒരു വിധവും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് അനിയത്തിക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി. അങ്ങനെ ഇത്രയും എടുത്ത് വെച്ചു. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് 2 ഐറ്റം ഉണ്ട് കേട്ടോ. ഒന്ന് ഓറഞ്ച്, ഇത് വെള്ള. ഇനി ഒന്നുണ്ട് നല്ല ചുവപ്പുണ്ട്. അപ്പോൾ 3 ഐറ്റമാണ്. അപ്പം കഴുകി എല്ലാം വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം കുക്കറിലോട്ട് വെച്ചു. അടുത്ത് നമ്മൾ ചെയ്യുന്നത് മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്താകുമ്പോൾ അടിപൊളി ഒരു മുളകായി. അപ്പോൾ ഇനി നമ്മുടെ കിഴങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇതിനിപ്പോൾ മുളകൊന്നും ആവശ്യമില്ല, അല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല മധുരമാണ്. എന്നാലും നമുക്ക് മുളകും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. കട്ടൻ റെഡി. അങ്ങനെ നമ്മുടെ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.